ഡോക്ടർ ജയപ്രസാദ്, നോക്കൂ, ഇന്ന് ഭാരതാംബ വിവാദം അത് വീണ്ടും കത്തിച്ചിരിക്കുകയാണ്. അതും ശംഖു നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും ഇന്നലെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം RSSുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ചർച്ചയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പരിഹാരം എന്നുള്ള തലത്തിലാണ് ഇന്ന് അനാവശ്യമായിട്ട് ഈ വിദ്യാർത്ഥികളുടെ ഒരു പരിപാടി, അത് വിശേഷിച്ച് നമുക്കറിയാം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനം നടക്കുന്ന കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു പരിപാടിയിൽ അത് ഗവർണറുടെ നേതൃത്വം നടക്കുന്നൊരു പ്രോഗ്രാമിൽ അനാവശ്യമായിട്ട്, സാധാരണ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു മന്ത്രി അങ്ങനെ ഇറങ്ങിപ്പോവുക. കാരണം ഗവർണറുടെ പരിപാടികളൊരു പ്രോട്ടോകോൾ പ്രോഗ്രാമാണ്, അതിനൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. സാധാരണഗതിയിൽ അങ്ങനെ ആരും ചെയ്യാറില്ല. പക്ഷെ അത് ബോധപൂർവം അങ്ങനെ ഒരു ഇറങ്ങിപ്പോവുകയും അവിടെ നിന്ന് പ്രതിഷേധം ചെയ്തത് ഒരു പരിധിവരെ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസത്തിൽ RSSനെ എതിർക്കുന്നതിൽ ഞങ്ങൾക്കെന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുണ്ടായ എതിർപ്പിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇന്ന് ഞാനിത് നിങ്ങളുടെ മുന്നിൽ തെളിവ് സഹിതം സാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വളരെ ബോധപൂർവം വളരെ രാജ്ഭവൻ മാർച്ചും കൂടിയായപ്പോൾ എല്ലാം ഓക്കെ. അല്ല, ഒരു സാധാരണഗതിയിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് നമ്മളാരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട, കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ തന്നെ മന്ത്രി തന്നെയാണ്. അപ്പോൾ മന്ത്രി അതിൻ്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ 2 ദിവസത്തെ RSS സംവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് ദിവസം എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉള്ളൊരു പരിഹാരക്രിയ എന്നുള്ള തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അവരുടെ സാധാരണ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അടവ് നയത്തിൽ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു എടുത്തുചാട്ടം ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അതിൽ ശരിയും തെറ്റുമൊക്കെ അത് വളരെ ആലോചിച്ച് തന്നെയാണ് ആ അടവ് നയത്തിൻ്റെ ഭാഗമാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയേണ്ടത്, നേരത്തെ ഹക്സർ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്, CPM ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കോലീബി സഖ്യം എന്ന് പറയുന്നത് 91. പക്ഷേ എനിക്ക് ഹക്സറോട്, കാരണം ഹക്സർ വളരെ പഠിക്കുന്ന ഒരാളാണ്. 77 തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും അതുപോലെ ഉദുമയിലും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ ആരായിരുന്നു? അപ്പോൾ ഉദുമയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇപ്പം തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഉദുമയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, ഇടതുമുന്നണി സ്ഥാനാർത്ഥി KG മാരാരായിരുന്നു. ഇപ്പോൾ KG മാരാരുടെ RSS ബന്ധത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശങ്കര ആൽവ, അദ്ദേഹമായിരുന്നു, ശങ്കര ആൽവ ആയിരുന്നു മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി. അവിടെ ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ നമ്മൾ വടകരയിലെ കോലീബി സഖ്യം ഒരു മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ 1977 6 മണ്ഡലങ്ങളിലാണ് അന്ന് ഭാരതീയ ലോക്ദളിൻ്റെ ചിഹ്നത്തിൽ ജനതാ പാർട്ടി എന്നുള്ള ഇതിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതിലും അറിയപ്പെടുന്ന നേതാക്കളാണ് അന്ന് മത്സരിച്ചതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെ മുസ്ലിം സമൂഹത്തെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം കേരളത്തിൽ നമ്മളിപ്പോൾ ഈ പെരിഫറലായിട്ടുള്ള ചർച്ചകളല്ലാതെ കാതലായ പഠനം നടക്കുന്നില്ല. അപ്പം അതാത് ദിവസത്തെ വിഷയങ്ങൾ വന്നു പോകുന്നു. ജനങ്ങൾ അവരുടെ തിരക്കിനിടയിൽ ചരിത്രത്തിലേക്ക് ഇറങ്ങി പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്ത ഒന്നാണ് ഗുജറാത്ത് കലാപം. അപ്പം ഗർഭിണിയുടെ വയറ് കീറിയത് ഉൾപ്പെടെയുള്ള കഥകൾ പറഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും മാർക്കറ്റ് ചെയ്ത ഗുജറാത്ത് കലാപമാണ്. സദ്ദാം ഹുസൈനെ ഇത് ചെയ്തിട്ടുണ്ട്, ഹമാസ്, അതുപോലെ തന്നെയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഉക്രൈൻ. അപ്പോൾ ഈ 2026 ഇറാനെ അനുകൂലിക്കുകയല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് എന്താണോ സദ്ദാം ഹുസൈൻ ചെയ്തത് അതാണ് ഇനി ഇറാൻ്റെ കാര്യത്തിൽ അവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിൽ ജനങ്ങൾക്ക് ഇതിന് ഒരു ബോധവൽക്കരണം വേണം. കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തെ എല്ലാ കാലഘട്ടത്തിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഞാൻ മനസ്സിലാക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിനൊരു പരിവർത്തനം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹത്തിൽ കേരളത്തിൽ ഇപ്പോഴും ഒരു ചലനം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് ദേശീയ തലത്തിൽ ഈ തരത്തിൽ നമ്മൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും മുസ്ലിം സമൂഹം കേരളത്തിലെ പോലെ ചിന്തിക്കുന്നതല്ല. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുസ്ലിം വോട്ട് ബാങ്ക് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് മാത്രമേ ഇനിയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഇത് CPMന് വളരെ നല്ലവണ്ണം അറിയാം. അത് ഏത് ഭാഗത്ത് വീഴും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയം ഉണ്ടാകുക. അതിനാവശ്യമായ അടവ് നയങ്ങളിൽ RSS എല്ലാ കാലത്തും ചർച്ചയിൽ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ.